നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ട് സൂറത്ത് യാസീൻ്റെ പേരുമായി പിന്നെ അതിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചത്. നമ്മൾ അവസാനം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അഭിലാഷമായി ലൗ വദിത്തു ലൗ അന്നഹ ഫി ഖൽബി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ കൽബിൽ ഈ സൂറത്തുണ്ടായിരുന്നുവെങ്കിൽ എന്നറിയിക്കുന്ന ഒരു ഹദീസ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്നതാണ്. മൊത്തത്തിൽ യാസീൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഹദീസുകളെക്കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ഇമാം ദാറഖുത്നി പറഞ്ഞ് ബലപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഹദീസുകളൊക്കെ എന്തായിട്ടുണ്ട്? യാസീനുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ പ്രസിദ്ധമായിട്ടുണ്ട്. അത് ബലപ്പെട്ടതല്ലെങ്കിലും പ്രസിദ്ധമായിട്ടുണ്ട്. ഇപ്പോൾ സൂറത്ത് യാസീൻ, ഖൽബുൽ ഖുർആൻ, അതേപോലെ തന്നെ സൂറത്ത് യാസീൻ ഓതുന്നവർക്ക് പിന്നെ പാപമോചനം ഉണ്ടാകും. ഇതൊക്കെ പ്രസിദ്ധമാണ്. അത് ഹദീസ് അതിൽ ബലപ്പെട്ടതല്ലെങ്കിലും. അതേപോലെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഹദീസാണ് ബലപ്പെട്ടതല്ലെങ്കിലും ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അഭിലാഷം, എൻ്റെ ഉമ്മത്തിൻ്റെ കൽബിൽ ഈ സൂറത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയി, ആഗ്രഹിച്ചു പോയി എന്നറിയിക്കുന്ന ഹദീസ്. ആ ഒരു പ്രസിദ്ധി കാരണത്താലായിരിക്കാം ആളുകൾ ഏറെക്കുറെ സൂറത്ത് യാസീൻ പഠിക്കും. ചെറുപ്പം മുതലേ സൂറത്ത് യാസീൻ പഠിക്കും പൊതുവിൽ ആളുകൾ. എന്തായാലും സൂറത്ത് യാസീനിന് നമ്മളോട് കുറേ വിഷയങ്ങൾ പറയാനുണ്ട്, പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതുകൊണ്ടാണ് അത് ഖൽബുൽ ഖുർആൻ എന്ന പേരിൽ പിന്നെ പ്രസിദ്ധമായതും. നമ്മൾ യാസീനിലേക്ക് വരുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ രണ്ട് ഭാഗങ്ങൾ ഒന്ന് മനസ്സിലാക്കുകയാണ്. സാധാരണ നമ്മൾ സൂറത്ത് തുടങ്ങിയാണ് പോകലാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതുന്നത് അതിന് അൽ ഇസ്തിആദ എന്ന് പറയും. അൽ ഇസ്തിആദത്ത്. എന്താ അൽ ഇസ്തിആദത്ത് അർത്ഥാക്കുന്നത്? ഇസ്തിആദത്തിന് അഭയത്തേട്ടാണ്, രക്ഷാത്തേട്ടാണ്. അൽ ഇസ്തിആദ എന്ന് പറയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന് ബസ്മല എന്ന് പറയും. ബസ്മല അത് അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില പിന്നെ വചനങ്ങളിൽ നിന്ന് അതിൽ ചില അക്ഷരങ്ങൾ പെറുക്കി, ചില പദങ്ങൾ പെറുക്കി പേരുണ്ടാക്കും. അറബിയിൽ ഇപ്പം ഉണ്ടല്ലോ ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അതേപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇതിൽ ചില അക്ഷരങ്ങൾ അതിൽ നിന്ന് പെറുക്കുക, അല്ലെങ്കിൽ ചില പദങ്ങൾ പെറുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ആ വചനത്തിനൊരു പേരിടും. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്നതിന് ഇസ്തിആദ എന്ന് പറയും, അഭയത്തേട്ടം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനുള്ള പേരാണ് ബസ്മല. ഇനി നഹത്ത് എന്നാണ് പറയുക അറബിയിൽ. അങ്ങനെ പേരിടുന്നതിന് നഹത്ത്. ഇപ്പം ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, അതിന് ഹസ്ബല എന്ന് പറയും. ഹസ്ബല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതിന് ഹഖ്വല എന്ന് പറയും, അല്ലെങ്കിൽ ഹൗഖല എന്ന് പറയും. ഹഖ്വല, ഹൗഖല. ഇപ്പോൾ അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ഹംദല എന്ന് പറയും. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന് തഹ്ലീൽ എന്ന് പറയും. ഇനി നഹത്ത് എന്ന് പറയും. അങ്ങനെ പേര് ഇടുന്നതിന്. ഇപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്നതിന് ഇസ്തിആദത്ത് എന്നാണ് പറയുക. ഇസ്തിആദത്ത്. എന്താണ് ഇസ്തിആദത്ത്? ഇസ്തിആദത്ത് എന്താണെന്ന് അറിയാൻ അതിൻ്റെ റുക്നുകൾ 5 ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. ഇത് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു ജീവിതവുമായി നമ്മൾ നിത്യജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയമാണ്. ഒന്ന്, ഇസ്തിആദത്തിൽ എന്താണ് ഇസ്തിആദത്ത്? അതിൻ്റെ ഒരു സീഗയാണ്. ഏത് പദം കൊണ്ടാണ് നമ്മൾ അഭയത്തേട്ടം നടത്തേണ്ടത്? അതാണ് സീഗ. 2, അൽ മുസ്തഈദ്, അഭയത്തേട്ടം നടത്തുന്നവനാണ്. അഭയത്തേട്ടം നടത്തുന്നവൻ നമ്മൾ വിശ്വാസികൾ. പിന്നെ മുസ്തആദു ബിഹിയാണ്. മുസ്തആദു ബിഹി, ആരെക്കൊണ്ടാണോ അഭയത്തേട്ടം, അതാണ് ഇവിടെ വിഷയം. ഇവിടെ മുസ്തആദു മിൻഹു ആണ്. മിൻഹു. പിന്നെ 5-മത്തേത് അൽ മതാലിബ്, ഏത് വിഷയത്തിലാണ് നമുക്ക് അഭയത്തേട്ടം, ഇതാണ്. ഇപ്പം ഇസ്തിആദത്ത് എന്നുള്ളത് 5 ഘടകങ്ങളെ പ്രധാനമായും അത് ഉൾക്കൊള്ളുന്നു. 5 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒന്ന് സീഗയാണ്. സീഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്തിആദത്തിനുള്ള പ്രയോഗം. ഇപ്പോൾ നമ്മൾ സാധാരണ ഖുർആനൊക്കെ ഓതുമ്പോൾ എന്താ പ്രയോഗിക്കുക? ഇസ്തിആദക്ക് എന്താ പ്രയോഗിക്കുക? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതാണ് പ്രസിദ്ധം.
ആണ് പ്രസിദ്ധം. ഒരിക്കൽ ഒരാളോട് വാക്കേറ്റായി, ദേഷ്യയായി, ഭയങ്കര ശകാരായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കൊരു വചനം അറിയാം, അത് അയാൾ ചൊല്ലിയാൽ അയാളുടെ ദേഷ്യം പോകും എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നാണ്. അപ്പോൾ ഈ ദേഷ്യപ്പെട്ട വ്യക്തിനോട് ചെന്നിട്ട് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ പറയാനാണെന്ന്. അപ്പോൾ അയാൾ അപ്പോഴും ദേഷ്യമാണ്. പിന്നെ എനിക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചു എന്നാണ്. എന്നാൽ അത്രയും മൂപ്പര് ദേഷ്യത്തിലാണ്, ഇത് പറയാൻ കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ഏതായാലും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നുള്ളത് ഇസ്തിആദത്തിനുള്ള സീഗയാണ്, പ്രയോഗമാണ്. ഇതേപോലെ വേറെയും ഉണ്ട്. ഇപ്പം നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കാരത്തിന് പ്രത്യേകിച്ച് നിന്നാൽ പിന്നെ അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം എന്ന് ഇസ്തിആദ് നടത്തിയിട്ടായിരുന്നു പിന്നെ ഓതിയിരുന്നത് എന്നാണ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഈദ് ബില്ലാഹി ഇന്നഹു സമീഉൻ അലീം. അങ്ങനെ ഒരായത്തുണ്ട്, അത് ആറാഫിൽ. ഫുസ്സിലത്തിൽ വഇമ്മാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ ഫസ്തഈദ് ബില്ലാഹി ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അപ്പം ഈ പ്രയോഗങ്ങൾ, വിശുദ്ധ വചനങ്ങളുടെ പ്രയോഗങ്ങൾ, അതേപോലെ തന്നെ വേറെ ചില തിരുമൊഴികളെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു അഭയത്തേട്ടുണ്ട് തന്നത്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം, അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി. നബി രാത്രി നിസ്കാരത്തിന് കൈ കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള ചില ഹദീസുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് ചൊല്ലിയിട്ട് അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം മിൻ ഹമസിഹി വനഫഖിഹി വനഫസിഹി എന്ന് ഓതിയിട്ട് പിന്നെയാണ് ഇതിന് ഫാത്തിഹ ഓതിയിരുന്നത് എന്നാണ്. അപ്പോൾ പിന്നെ ഈ ഇസ്തിആദക്ക് കുറേ സീഗകളുണ്ട്, കുറേ പ്രയോഗങ്ങളുണ്ട്. നമ്മൾ ഈ പ്രയോഗങ്ങളെ മാറി മാറി പഠിക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറി മാറി ചൊല്ലുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുക, ഒരു മനസാന്നിധ്യം ഉണ്ടാകുക. നമ്മൾ എന്താണ് ചൊല്ലണത് എന്നുള്ളതിൻ്റെ ഒരു മനസാന്നിധ്യം ഉണ്ടാവുക. വേറെയും ഉണ്ട് 10-25ഓളം സീഗകൾ പണ്ഡിതന്മാർ ഈ ഇസ്തിആദക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതുപോലെ തന്നെ 10-25ഓളം പ്രയോഗങ്ങൾ പല സന്ദർഭങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ചിലത് നമുക്കിതിൽ വരെയായിരിക്കും.